കൊച്ചി മട്ടാഞ്ചേരിയിൽ 3 കുട്ടികളെ കാണാതായതായി പരാതി. സഹോദരങ്ങളായ 2 പേരടക്കം 3 കുട്ടികളെയാണ് കാണാതായത്. ഫോർട്ട് കൊച്ചി ചെർലായിക്കടവിലെ മുഹമ്മദ് അഫ്രീദ്, ഹാഫിസ്, ആദിൽ എന്നിവരെയാണ് കാണാതായത്. വിവരങ്ങളുമായി തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, പോലീസ് ഈ സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവർക്കായുള്ള അന്വേഷണം ഫോർട്ട് കൊച്ചി പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് കുട്ടികളെ ഒരു 11 മണി മുതൽ കാണാതായത്. ഫോർട്ട് കൊച്ചി ലാസർ മാർക്കറ്റിന് സമീപത്തു നിന്നുമാണ് കുട്ടികളെ കാണാതായത് എന്ന് ആണ് ബന്ധുക്കൾ നൽകിയ പരാതിയിൽ പറയുന്നത്. ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് വിശദമായ അന്വേഷണം തുടർന്നു വരികയാണ്. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 3000 രൂപ കാണാതായതായി പറയുന്നുണ്ട്. ഇതിൽ 2 പേർ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. ഒരാൾ 7ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. ഇതിൽ വിദ്യാർത്ഥികൾ ട്രെയിനിൽ കയറി പോയിട്ടുണ്ട് എന്നാണ് സംശയം. അതിന്റെ അടിസ്ഥാനത്തിൽ ഫോർട്ട് കൊച്ചി പോലീസ് വിശദമായ അന്വേഷണം തുടരുന്നുണ്ട്. ഏത് ട്രെയിനിലാണ് എന്നതിനെ കുറിച്ച് വിവരമുണ്ടോ? അതിനെക്കുറിച്ച് കൂടുതൽ വിവരം നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും വിശദമായി തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എല്ലായിടത്തും മറ്റ് പോലീസ് സ്റ്റേഷനുകളിലേക്കും എല്ലാം അറിയിപ്പ് പോയിട്ടുണ്ട്. കുട്ടികളുടെ ചിത്രമടക്കം പുറത്തുവിട്ടുകൊണ്ട് പോലീസ് വിശദമായ അന്വേഷണത്തിലാണ്. എവിടെയെങ്കിലും കുട്ടികളെ ആരെങ്കിലും കണ്ടെത്തുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഫോർട്ട് കൊച്ചി പോലീസിനെയോ അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ വിവരം അറിയിക്കണമെന്നും പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മട്ടാഞ്ചേരി TD സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇതിൽ. ഈ 3 പേരിൽ മുഹമ്മദ് അഫ്രീദും ആദിൽ മുഹമ്മദ് എന്നിവരും. ഇതിൽ അഫ്രീദിന്റെ സഹോദരനാണ് മുഹമ്മദ് ഹഫീസ്. ഈ 3 പേരെയാണ് കാണാതായിട്ടുള്ളത്. ഹഫീസ് മട്ടാഞ്ചേരി ഗുജറാത്തി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇവർ പോകാൻ സാധ്യതയുള്ള മറ്റു സ്ഥലങ്ങളിലും ബന്ധുവീടുകളിലുമൊക്കെ ബന്ധുക്കൾ അന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിലും അവിടെ നിന്നൊന്നും കണ്ടെത്തിയിട്ടില്ല. ഇതിൽ ഒരു വിദ്യാർത്ഥി 2 ദിവസം മുൻപ് 1-2 സുഹൃത്തുക്കളോട് ബാംഗ്ലൂരിലേക്ക് പോകുമെന്നോ മറ്റോ പറഞ്ഞതായുള്ള വിവരം ചില ബന്ധുക്കൾക്ക് പങ്കുവയ്ക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ബാംഗ്ലൂരിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ട്രെയിൻ കയറി പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. വലിയ രീതിയിൽ ഫോർട്ട് കൊച്ചി പോലീസിന്റെ നിർദ്ദേശപ്രകാരം അന്വേഷണം തുടരുകയാണ്. ചിലയിടങ്ങളിൽ നിന്ന് ശരി തിയോഫിൻ, കാര്യങ്ങൾ വ്യക്തമാണ്. ഏതായാലും 3 കുട്ടികളെ കാണാതായിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അവർ ട്രെയിൻ കയറി പോയിട്ടുണ്ട് എന്ന സൂചന ഇപ്പോൾ പോലീസിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം നടക്കുകയാണ്. വിവരങ്ങളാണ് തിയോഫിൻ നൽകിയത്.